സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ അനിയത്തിനെ കാണുന്നുണ്ട്. അനിയത്തിനെ കാണുന്നുണ്ടെങ്കിലും കൂടി അനിയത്തി ചേച്ചിനെ കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കണം കൂടി ചെല്ലണൊക്കെ ഉണ്ട്. എന്തായാലും അനിയത്തിനെ കാണുമ്പോൾ രേവതിക്കും ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ സച്ചിനെ കാണുമ്പോൾ നമ്മുടെ രേവതിയുടെ അനിയത്തി ഓടി ചെന്ന് കഴിഞ്ഞിട്ട് ചേട്ടാന്നൊക്കെ വിളിച്ച് നല്ല സന്തോഷത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ രേവതി ഒന്നും മിണ്ടില്ല. രേവതിനെ കണ്ട ഭാവം നമ്മുടെ സച്ചി നടിക്കുകയില്ല. അതിന് ശേഷം നമ്മുടെ അനിയത്തി പറയുന്നുണ്ട്, നീ വരണം ചേട്ടാ, വീട്ടിലേക്ക് വരണം, ആ മാല നോക്കി നമ്മുടെ അമ്മ എന്നും കരച്ചിലിന് ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തോടെ വന്ന് നിൽക്കണം എന്നൊക്കെ നമ്മുടെ രേവതിയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് അനിയത്തി പറയുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ദൈവമേ, എനിക്കിനി ആ ചെയിനും വേണ്ട, നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല, മതിയായി എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി അറിയാണ്ട് പറഞ്ഞതല്ലേ, ചേച്ചിയോട് ക്ഷമിക്കാൻ പറ്റില്ല ചേട്ടനൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. ചില നേരത്ത് നിൻ്റെ ചേച്ചിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ എൻ്റെ പൊന്നും മോളെ, എനിക്ക് ഞാൻ മാല കഴുത്തിലിട്ടാൽ അത് പാമ്പ് പോലെയാണെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ സച്ചി ഒരുപാട് വിഷമത്തോടെയൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. രേവതി ആണെങ്കിൽ അതിനെ എതിർത്തൊന്നും പറയുന്നില്ല. പിന്നീട് തിരിച്ചു പോകാൻ പോകുമ്പോൾ സച്ചി ഒരു ഓട്ടം വന്നതായിരുന്നു. അങ്ങനെ രേവതിനോട് യാത്ര പറയില്ല, അനിയത്തിയോട് മാത്രം യാത്ര പറഞ്ഞ് പോകാൻ പോകുമ്പോൾ നമ്മുടെ രേവതി സച്ചിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട ഞാൻ തന്നെ തൊട്ടുകൊണ്ടെന്ന് പറഞ്ഞ് അതെടുത്ത് തൊടുന്നുണ്ട്. അത് രേവതിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. അതിനുശേഷം പ്രത്യേകിച്ച് അമ്പലത്തിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. ദൈവമേ, ഓരോ നേരത്ത് ഓരോ സ്വഭാവങ്ങൾ കാണിക്കുന്ന ഇവർക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ ഭഗവാനെ എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി ഇങ്ങോട്ട് വന്നത് സച്ചേട്ടനോട് ചെയ്ത തെറ്റിന് സ്വാമിയോട് മാപ്പ് പറയാനെന്ന് പറയുന്നുണ്ട് നമ്മുടെ അനിയത്തി. അപ്പോൾ പറയുന്നുണ്ട്, അത് ശരി, എന്നോട് തെറ്റ് ചെയ്തിട്ട് സ്വാമിയോട് മാപ്പ് പറയുന്നത് ഇത് നല്ല സ്വഭാവമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി അനിയത്തിയോട് മാത്രം യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇങ്ങേരെ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല മോളെ എന്ന് പറഞ്ഞ് അനിയത്തിനോട് യാത്ര പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകുന്നൊക്കെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.